38 വർഷമായി ഒരു കുളക്കരയിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അവന്റെ ഫ്രണ്ടിൽ കൂടി പലരും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ അവന്റെ വിടുതൽ പുറകില. സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നീ പരാജയപ്പെട്ടെന്ന്, ഇനി ഒരു വിടുതൽ എനിക്ക് ഉണ്ടാകത്തില്ലെന്ന് നീ വിധി എഴുതിയെങ്കിൽ പലരും നിന്റെ മുമ്പിൽ കൂടി വിടുതൽ പ്രാപിച്ച് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, ആ കുളക്കരയിൽ കിടന്ന മനുഷ്യന്റെ പുറകിൽ വന്നു നിന്നിട്ട് യേശു ചോദിച്ചൊരു ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകലെ തളർന്നിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. യെശയ്യാ പ്രവചനം 35:3-4 വചനം വിളിച്ചു പറയുന്നു, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞുപോയ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും പ്രതിഫലവും അവനിൽ നിന്ന് വരുന്നു, അവൻ വന്ന് നിങ്ങളെ വിടുവിക്കും. യെസ്, ഹല്ലേലൂയ. പലപ്പോഴും തളർന്നുപോയ വിഷയങ്ങൾ, നീ തകർന്നിരിക്കുന്ന മനസ്സുമായി ഇന്ന് പകലിൽ നിനക്ക് പ്രതികരിക്കാൻ കഴിയാതെ ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് വേണ്ടി ഒരു ഇടപെടൽ. നാളിതുവരെ നിന്റെ വിഷയത്തിന് മറുപടി ഇല്ലാതെ തളർന്നിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് കരയുന്നുണ്ട്. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, വിശ്വാസമില്ലാതെ കർത്താവിനെ തൊടാൻ പറ്റത്തില്ല. വിശ്വാസമില്ലാതെ വിടുതൽ പ്രാപിക്കാൻ നിനക്ക് കഴിയത്തില്ല. 38 വർഷമായാലും നിന്റെ ഫ്രണ്ടിൽ കൂടി പലരും ബ്രദറെ, നിന്റെ ഫ്രണ്ടിൽ കൂടി പലരും വിടുതൽ പ്രാപിച്ചു കൊണ്ടുപോയില്ലേ? നീ പോകുമ്പോൾ പലരും നിന്നോട് ചോദിച്ചില്ലേ എവിടെ പോകുന്നുണ്ട്? അല്ലെങ്കിൽ അവൻ പറയുന്നുണ്ട്, അവന് പറയാൻ കഴിയാ, ഇന്നും കുളം കലങ്ങുന്നുണ്ട്, ദൂതൻ അവിടെ ഇറങ്ങുന്നുണ്ട്. ദൂതൻ ഇറങ്ങിയ ഞാൻ അവിടെ എത്തും, എന്ത് വില കൊടുത്ത് ഞാൻ അവിടെ എത്തും. കളിയാക്കാൻ ആളുകൾ വഴിയിലുണ്ടാകും. ഹല്ലേലൂയ. അവൻ ഉടുത്തുരുങ്ങി പോകുകയാ. ഇപ്പോൾ തിരിച്ചു വരുന്നത് വിടുതലും കൊണ്ടായിരിക്കാം. നമുക്കൊന്ന് കാണാം. ആക്ഷേപിച്ചവന്റെ മുമ്പിൽ, പരിഹസിച്ചവന്റെ മുമ്പിൽ, കളിയാക്കിയവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ മാറ്റി വെച്ചിട്ടുണ്ട്. പലരും ഫ്രണ്ടിൽ കൂടെ വന്ന് അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ നിന്റെ കരുതൽ ദൈവത്തെ പുറകുവശത്ത് നിനക്ക് വിടുതലുമായി ഒരുക്കി നിൽക്കുന്നു. അക്കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് വിശ്വസിക്കാൻ തുടങ്ങിയാൽ, വിശ്വസിച്ചാൽ വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇളകാത്ത ചിലത് ഇളകി തുടങ്ങും. ഇന്ന് പകൽക്കല്ല ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ചിലരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാ. നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില മണ്ഡലങ്ങൾ, നിനക്ക് കയറി വരാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ ഒതുക്കപ്പെട്ടവളായി നിന്നെ ഒതുക്കി വെച്ച ചില മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. ദൈവമക്കൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് കയറണം. ആമേൻ. കാരണം ഈ വചനദൂത് വിശ്വസിക്കുന്നവരുടെ മേലെ വ്യാപരിക്കത്തുള്ളൂ. വിശ്വസിക്കുന്നവരുടെ മേലെ ഈ വചനദൂത് വ്യാപരിക്കത്തുള്ളൂ. നിന്റെ വിഷയം എത്ര വലുതായാൽ, നീ കെട്ടപ്പെട്ട ഒരു കഴുതയായി കിടക്കുന്നിടത്തോളം കാലം നിനക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. പക്ഷേ കെട്ടഴിഞ്ഞാൽ മാത്രമേ നിനക്ക് പുറത്തു വരാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ വിശ്വസിക്ക്, ഇതെന്റെ വിടുതലിന്റെ ദിവസമാണ്. ഞാൻ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയത്തിന് മറുപടി ദൈവം അയക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. കാലപ്പഴക്കം ചെന്ന വിഷയങ്ങൾ, വർഷങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞുപോയ ചില വിഷയങ്ങൾ ഇന്ന് പകൽ വിടുതൽ നടക്കാൻ പോകുകയാ.